പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ വകമാറ്റി ചെലവഴിക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് പറഞ്ഞു. കോടിക്കണക്കിന് രൂപയാണ് പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്രം പാസാക്കിയിട്ടുള്ളത്. എന്നാൽ ഇടതുപക്ഷ സർക്കാർ ഇത്തരം ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. LDF സർക്കാരിന്റെ പട്ടികജാതി വികസന നയങ്ങൾക്കും വഞ്ചനയ്ക്കുമെതിരെ, ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഭാരതീയ ജനതാ SC മോർച്ചയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിലവഴിക്കാതെ വകമാറ്റുന്ന ഒരു പ്രവണത സാഹചര്യം അത് കേരളത്തില് അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിണറായി വിജയന്റെ ആ പട്ടികജാതി ജനവിഭാഗങ്ങളോടുള്ള അവഗണനയ്ക്കും വഞ്ചനയ്ക്കും എതിരായിട്ടാണ് കേരളത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളുടെ മുൻപിലേക്കും ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച ഈ സമരമായി കൊണ്ടുപോകുന്നത്. ഇതിന് പരിഹാരം കാണാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ, ഈ കേരളത്തിലെ പട്ടികജാതി MLA തയ്യാറായില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, പട്ടികജാതി MLA വസതികളിലേക്ക് വരുന്ന ആഴ്ചയിൽ ഞങ്ങൾ മാർച്ചുമായിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. പട്ടികജാതി വകുപ്പ് മന്ത്രി കേരളത്തിലെ തെരുവിൽ തടയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെരുവിറങ്ങാനായിട്ട് ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഈ അവസരം വിനിയോഗിക്കും. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ഗവൺമെന്റ് പട്ടികജാതി സമൂഹത്തിന് അനുവദിച്ച ഫണ്ടിനെ കുറിച്ച്, ചിലവഴിച്ച ഫണ്ടിനെ കുറിച്ച്, അനുവദിച്ച പദ്ധതികളെ കുറിച്ച്, ചിലവഴിച്ച പദ്ധതികളെ കുറിച്ച് കേരളത്തിൽ ഒരു ധവളപത്രം ഇറക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. SC മോർച്ച ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വെസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റ് P വേണുഗോപാൽ, ജില്ലാ ട്രഷറർ M സുരേഷ് ബാബു, ST മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി K പ്രമോദ് കുമാർ, ജില്ലാ ഭാരവാഹികളായ KM ചന്ദ്രൻ, രാമകൃഷ്ണൻ PT, സുരേഷ്, KK കുഞ്ഞൻ, രാജേഷ് വെള്ളോത്ത്, ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരത്തൊടി, A ബാലമണി എന്നിവർ സംസാരിച്ചു.